ഇന്നലെ നമ്മൾ വായുമുദ്ര ഉപയോഗിച്ചുകൊണ്ട് കാലിലെ വെരിക്കോസ് വെയിന് എങ്ങനെ മാറ്റാമെന്ന് മനസ്സിലാക്കി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെരിക്കോസ് വെയിൻ ഉള്ളവർ ചെയ്യേണ്ട എക്സസൈസ് ആണ്. നമുക്കത് ഒന്ന് കണ്ടു. ആദ്യം നമ്മൾ നമ്മുടെ പാദം ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യാൻ നോക്കുക, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ നമ്മളൊരു 5 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം നമ്മുടെ വിരലുകൾ മടക്കുക, നിവർത്താം. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യാം. അതിനുശേഷം 2 കാലൊന്ന് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യാം, ഉള്ളിലേക്കും ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാല് റൊട്ടേഷൻ ചെയ്യാം, കാലിൻ്റെ പാദം റൊട്ടേഷൻ ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യുക. അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാഫ് റൈസിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒരു കസാരയുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഭിത്തിയോ കൈ പിടിച്ചതിന് ശേഷം നമ്മുടെ കാഫ് റേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിരലുകളിൽ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പൊങ്ങും താഴെയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലുണ്ടാവും. നമ്മുടെ കെട്ടി നിൽക്കുന്ന ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് കാഫ് റൈസിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചെന്ന എക്സസൈസ് നിങ്ങൾക്ക് ഡെയിലി ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. അതിൽ ലാസ്റ്റ് കാണിച്ചെന്ന കാഫ് റൈസ് നിങ്ങൾക്ക് ഡെയിലി ഒരു 100 എണ്ണം ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നല്ലവണ്ണം വെരിക്കോസ് വെയിന് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം നമ്മുടെ ഹൃദയം സംബന്ധിച്ചുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ടും നന്നായി ഹെൽപ്പ് ചെയ്യുന്നതാണ് കാഫ് റൈസിങ്. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കാലിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന, ചുട്ടുനീറ്റം അതെല്ലാം മാറുന്നുണ്ടാവും. കാലിൽ കെട്ടി നിൽക്കുന്ന ബ്ലഡ് എല്ലാം പമ്പ് ചെയ്ത് തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ പോകുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച്.